ദൈവത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുവാൻ. ഹോശേയയുടെ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. പ്രവാചകനായ, സ്നേഹത്തിന്റെ പ്രവാചകനായ ഹോശേയ എന്ന പ്രവാചകൻ പ്രവചിക്കുന്നു തന്റെ ജനമായ ഇസ്രായേലിനോട്, come on, let us return to the Lord. ദൈവത്തിലേക്ക് നാം മടങ്ങി വരിക, യഹോവയുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, പക്ഷേ നാം ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കും. 2, അവൻ നമ്മുടെ മുറിവ് കെട്ടും. 3, അവൻ നമ്മെ ജീവിപ്പിക്കും. 4, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ നാം ജീവിക്കും. 6, അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ നമ്മെ നനയ്ക്കും. 7, പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കൽ വരും. പ്രിയരെ, ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ 7 കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം? ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. യാക്കോബ് 4:8 എഴുതിയിരിക്കുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യോഹന്നാൻ 6:37 തിരുവചനം പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിറുപിറുക്കാതെ, കുറ്റപ്പെടുത്താതെ, ദൈവം എന്തിയെന്ന് ചോദിക്കാതെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് തന്നെത്താൻ ശപിക്കാതെ, പ്രാകാതെ, ദൈവത്തെ സംശയിക്കാതെ, തൻ്റെ ദാസന്മാരെ കുറിച്ച് അപവാദം പറയാതെ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കുവാൻ, അതിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ, എൻ്റെ ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് നിങ്ങൾ വന്നാൽ അവൻ നിങ്ങളെ സൗഖ്യമാക്കും. അവൻ നിങ്ങളുടെ മുറിവ് കെട്ടും. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു. ആത്മാവിൽ ഞാൻ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ, യേശുവേ എന്നൊന്ന് വായ്കൾ തുറന്ന് വിളിക്കാമോ? കർത്താവേ എന്നൊന്ന് വായ്കൾ തുറന്ന് വിളിക്കാമോ? നിങ്ങൾ എത്ര വലിയ പാപി എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും, നിങ്ങൾ എത്ര വലിയ പരാജിതയാണെന്ന് നിങ്ങളെ കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുന്നെങ്കിലും, യേശുവേ എന്നൊന്ന് അധരങ്ങൾ തുറന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ചില സൗഖ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേറ്റ ചില മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുകയാണ്. 3, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയാണ്. 4, എവിടേക്കോ വീണുപോയ സ്ഥലങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. 5, അവന്റെ മുൻപാകെ ജീവിക്കുന്ന സാക്ഷിയായി അവൻ നിങ്ങളെ മാറ്റുകയാണ്. 6, അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ, സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന മഴ പോലെ നിങ്ങളെ അവൻ റിഫ്രഷ് ചെയ്യാൻ പോവുകയാണ്. അവൻ പിന്മഴ പോലെ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റക്കാര്യം ചെയ്യാമോ? മടങ്ങി വരാമോ? ആ മദ്യപാനത്തിൽ നിന്ന് ബ്രദറെ ഒന്ന് മടങ്ങി വരാമോ? ആ പാപ സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരുമോ? ആ തിന്മകളെ ഒന്ന് വലിച്ചെറിയുമോ? കർത്താവേ, നിന്റെ അരികിലേക്ക് ചിലർ പറയുന്നു, എന്നെയും കൊണ്ട് പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ഈ മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ബ്രദറെ. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, കൃപ പാപിയെ സഹായിക്കും. കൃപ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല, കൃപ പാപിയെ രക്ഷിക്കുന്നതാണ്, കൃപ പാപിയെ സഹായിക്കുന്നതാണ്. ആമീൻ. ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന്, സഹായം ലഭിക്കേണ്ടതിന്, കൃപാസനത്തിനരികിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവാദം തന്നിരിക്കുന്നെങ്കിൽ അകന്നു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ,
മനസ്സും അടുത്ത് പുറകോട്ട് പോയി ആമേൻ പിശാചിന്റെ കരാളാസ്തങ്ങളിൽ പിടിക്കപ്പെട്ട് നീ പരാജയപ്പെട്ടു പോകാതെ വിളിച്ചു പറ, അടിയനീതാ കർത്താവേ, അപ്പാ അടിയനീതാ, എന്നെ ഒന്ന് വിടുവിക്കണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്റെ മുറിവുകളെ കെട്ടണമേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ, അവിടുന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അത് സംഭവിക്കുവാൻ പോകുകയാണ്. ഈ പല സന്ദർഭങ്ങളിലും റിജോയ് സാറെ ആൾക്കാര് മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. പലപ്പോഴും ഒരു പാസ്റ്ററിന്റെ ജീവിതത്തിലാണെങ്കിലും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലാണെങ്കിലും, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലാണെങ്കിലും, ഒരു അക്രൈസ്തവന്റെ ജീവിതം ആരുമാകട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളികളോ വന്നാൽ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ദൈവം എന്താണ് എന്നോടിങ്ങനെ കാണിച്ചത്, അല്ലേ? പക്ഷെ ആരും ചിന്തിക്കുന്നില്ല അതിനകത്തും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും എന്നെ ദൈവം മടക്കി വിളിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരൊറ്റ വിഷയത്തിലാണ്. അത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിലേക്കുള്ള മടങ്ങിവരവ്. നിങ്ങൾ ആരും ആകട്ടെ, ഏത് മതമോ ഏത് ജാതിയോ ഏത് സഭയോ ഏത് സംഘടനയോ ഏത് ഡിനോമിനേഷനോ ആകട്ടെ, നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾക്കൊരു സ്രഷ്ടാവുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മാത്രമേ നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ കഴിയൂ. ആ ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ശൂന്യതകളെ മാറ്റാൻ കഴിയുള്ളൂ. ഒറ്റ വഴിയേ ഉള്ളൂ ബ്രദറെ, സിസ്റ്ററെ, ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിലേക്ക് തിരിയുക. ദൈവത്തിന് പുറംതിരിഞ്ഞു നിന്ന് പരിഹസിക്കാതെ, സംശയിക്കാതെ, ചോദ്യം ചെയ്യാതെ ഓടി കർത്താവിൻ്റെ അരികിലേക്ക് വരിക. നിങ്ങൾ ഒരു ചുവട് ഇന്ന് അതിനു വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി 7 ചുവട് ദൈവം വെക്കും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് അതിനു വേണ്ടി വെച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി 7 സ്റ്റെപ്പുകൾ വെക്കും. അതാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 55-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നത്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. Wow, what a great promise. What a great promise. ഇതെത്ര മഹത്വം നിറഞ്ഞ അനുഗ്രഹീതമായ ഒരു വാഗ്ദത്തമാണ് പ്രിയരെ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് പലർക്കും ദൈവം ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധി ഇരിക്കാനും ഉപവസിക്കാനും വചനം കേൾക്കാനും അവരുടെ വിരൽ തുമ്പുകളിൽ മൊബൈൽ ഫോണിനകത്ത് ടെലിവിഷനകത്ത് ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ പിതാക്കന്മാർക്കോ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കോ ആർക്കും ലഭിക്കാത്ത ഒരു വലിയ അനുഗ്രഹമല്ലേ കർത്താവ് നമുക്ക് തന്നത്. വിരൽ തുമ്പിൽ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് കേൾക്കാം, ഏത് വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാം, എന്തു കാര്യങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താം, ഏത് വിഷയത്തെ ഏത് ടോപ്പിക്കിനെയും ആസ്പദമാക്കി നിങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കും. ഏത് മീറ്റിംഗിലും നിങ്ങൾ കേൾക്കുമ്പോൾ വചനം മുഴങ്ങുന്നു, പ്രൈസ് ഗോഡ്. ഒത്തിരി ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്നലത്തെ പ്രസംഗം നല്ലതായിരുന്നു, ഇന്നത്ര പോരായിരുന്നു, നാളത്തെ നന്നായിരിക്കും, ആ ബ്രദറിന്റെ ബൈബിൾ ക്ലാസ് കുഴപ്പമില്ലായിരുന്നു, മറ്റേ ക്ലാസ് ഭയങ്കരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കേട്ട് കളയുന്നതാകാതെ യഹോവയെ കണ്ടെത്താവുന്ന നാളിൽ അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും, എന്തിനാ ഇത് കേൾപ്പിക്കുന്നേ, എന്തിനാ ദൈവത്തിന്റെ അരികിലേക്ക് വരുന്നേ? ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. ബ്രദർ സിസ്റ്റർ, ഭാരതത്തോട്, ലോകത്തോട്, സഭകളോട്, ദൈവദാസന്മാരോട്, സമസ്ത മനുഷ്യരോടും പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ദുഷ്ടൻ തന്റെ വഴികളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവരോട് കരുണ കാണിക്കും. താങ്കൾ എത്ര കൊടും പാപിയാണെങ്കിലും, താങ്കൾ എത്ര പരാജിതനാണെങ്കിലും ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ നിങ്ങളോട് ധാരാളം ക്ഷമിക്കും.